ഓക്കെ, ഈ ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങുമ്പോൾ യു ക്യാൻ സി 604, 603 ആൻഡ് ആ സൈഡ് 602, 601. അപ്പം നമ്മൾ 604ലാണ്. യു എൻറ്റർ ആൻഡ് ദിസ് ഇസ് ഹൗ ഇറ്റ് ലുക്സ്. ഇതാണ് നമ്മുടെ റൂം. ആൻഡ് ഇവിടെ വേറെ ഉണ്ട്, അവിടെ വേറെ ഉണ്ട്, അവിടെ വേറെ ഉണ്ട്, അവിടെ വേറെ ഉണ്ട്. And this is how it exactly looks. And you have one single mirror which is here, common for everyone. And then you enter here. നിങ്ങൾ സർപ്രൈസ് ആവും. ഇങ്ങനെ ഇത് ഒരു വേറൊരാളുടെ മുറിയാണ്. കണ്ടോ, മുറിയിൽ വെക്കാൻ സ്ഥലമില്ല, മേളിലിങ്ങനെ ഓപ്പണിങ്ങുമാണ്. ഓക്കെ, ഇങ്ങനെ നടന്നു പോകുന്ന ഒരു ഇതേപോലത്തെ ഒരു ചെറിയ പാസേജാണ്. അപ്പോൾ ഇവിടെ ഒരു എ സി ഉണ്ട്. ഈ എ സി ഈ മുറിക്കും ഈ മുറിക്കുള്ളതാണ്. ഇതാണ് ഞാൻ താമസിച്ച മുറി. ഐ വെൽക്കം യു ടു മൈ സ്വീറ്റ് ഹോം. അപ്പോൾ വെൻ യു എൻറ്റർ, ദിസ് ഈസ് മൈ എൻറ്റയർ ഹൗസ്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഒരു ചെറിയൊരു ദിവാൻ പോലത്തെ ഒരു കട്ടിലും സൈഡിൽ യു ഹാവ് എ വുഡ് അറ്റാച്ച്ഡ് വിച്ച് ഈസ് ദർ ഓൾറെഡി, ലൈക്ക് ഒരു പാർട്ടീഷനായിട്ട് അവർ അടിച്ചേക്കുന്നതാണ്. ആൻഡ് ഈ ഒരു കട്ടിലാണ് ഞാൻ ലിജോൻ കിടന്നിരുന്നത്. ആൻഡ് ഈ വുഡ് പീസ് നമ്മൾ അധികം ഇളക്കിയാൽ അത് അപ്പുറത്തോട്ട് വീഴുകയും ചെയ്യും. അപ്പുറത്ത് വേറെ ആൾക്കാരും ഉണ്ട്. ആൻഡ് ഇങ്ങനെയൊക്കെയാണ് ലൈറ്റിൻ്റെ ഒരു സ്വിച്ച്. ഇത്തിരി ഒരു ലൈറ്റ് നമുക്കും, പിന്നെ ഇത്രയും ഓപ്പണിംഗ് ആണ് നമുക്ക്. അപ്പോൾ ഇപ്പുറത്തുനിന്ന് അപ്പുറത്തോട്ട് നമുക്ക് സംസാരിക്കാം. സാധനങ്ങൾ അങ്ങോട്ട് എറിഞ്ഞ് ഇങ്ങോട്ട് എറിഞ്ഞ് സംസാരിക്കാം. പറ്റുമെങ്കിൽ എത്തി നോക്കി അങ്ങോട്ട് നോക്കുകയും ചെയ്യാം, കാണുകയും ചെയ്യാം. അപ്പോൾ ഒട്ടും പ്രൈവസി ഇല്ലാത്ത ഒരു ലൈഫായിരുന്നു. പ്രൈവസി 0% ആയിരുന്നു അവിടെ. കാരണം നിങ്ങൾക്കറിയാം, ജസ്റ്റ് ഒരു വുഡാണ്, മേളിൽ ഓപ്പണിംഗ് ആണ്. ആൻഡ് വി ബോത്ത് കാൺ സ്പീക്ക് എനിത്തിങ്. whatever we speak is audible to the next person. Okay, so this is a partition. This is how a partition in Sharjah is. അപ്പോൾ നമ്മൾ ആദ്യമേ വന്നപ്പോൾ നമുക്ക് കിട്ടിയ പാർട്ടീഷനാണിത്. സോ വെരി താങ്ക്ഫുൾ ടു ഗോഡ് ദാറ്റ് വി ഹാഡ് എ പ്ലേസ് ടു സ്ലീപ്പ്. ഓക്കെ, സോ മാക്സിമം നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിക്കൽ അവോയ്ഡ് ചെയ്തു. ബേസിക് സാധനങ്ങളാണ് നമ്മൾ വാങ്ങിച്ചത്. ആൻഡ് ഒരു എ സി ഉള്ളത് അത് 2 റൂമിനായിട്ടാണ്. അതുകൊണ്ടാണ് ആ വുഡ് അത്രയും ഓപ്പണിംഗ് ഉള്ളത്. ഓക്കെ, ആൻഡ് ഈ ടേബിളും പിന്നെ എക്സ്റ്റൻഷനും ഇതൊക്കെ വെക്കാൻ സ്ഥലമില്ലാണ്ട് നമ്മൾ മാക്സിമം കുത്തി കയറ്റി നമ്മുടെ പാത്രങ്ങൾ ഇരിക്കുന്നത് കണ്ടോ. നമുക്ക് വെക്കാൻ സ്ഥലമില്ല. ആൻഡ് നമ്മൾ അന്നന്നത്തെ വെജിറ്റബിളും കാര്യങ്ങളൊക്കെ അന്നന്നാണ് നമ്മൾ വാങ്ങുന്നത്. നമുക്ക് സ്റ്റോർ ചെയ്യാനുള്ള ഇതോ അങ്ങനെ ഒന്നുമില്ല. ഒരു ചെറിയൊരു മാറ്റ് ഉണ്ട്. പിന്നെ ഇങ്ങനെയാണ് നമ്മൾ തുണി വെച്ചുകൊണ്ടിരുന്നത്. ആൻഡ് ആകെ 3-4 റാക്കേ ഉള്ളൂ. അപ്പോൾ 80% ഓഫ് ദ തിങ്സ് ആർ സ്റ്റിൽ ഇൻ ദ സൂട്ട് കേസ്. ആൻഡ് ഡോറിന് ലോക്ക് പോലും ഇല്ല. അതിനകത്ത് ഫുൾ കോക്രോച്ചൊക്കെ കയറാറുണ്ട്. ആൻഡ് പിന്നെന്താ, അവിടെ ഇവിടെ ആണികളൊക്കെ ഉണ്ട്. ആൻഡ് ഡോറിൻ്റെ താഴെ നമ്മൾ എത്ര സേഫാണെന്ന് പറഞ്ഞാലും ഡോറിൻ്റെ താഴെയൊക്കെ ഇങ്ങനെ ഓപ്പണിംഗ് ഒക്കെ ഉണ്ടായി. അപ്പോൾ ഇതൊരു ആവറേജ് ബഡ്ജറ്റിന് നിൽക്കാൻ പറ്റിയ ഒരു പാർട്ടീഷനാണ്. നമ്മൾ ആദ്യമേ ഇവിടെ വന്നപ്പോൾ നമുക്ക് ഈ പാർട്ടീഷൻ കണ്ടിട്ടല്ലല്ലോ നമ്മൾ വരുന്നത്. ഇവിടെ ഒരാൾ നമുക്ക് അറേഞ്ച് ചെയ്യുന്നു, നമുക്ക് തല ചായ്ക്കാൻ ഒരിടം വേണം. അപ്പോൾ ദൈവം തന്നൊരു സ്ഥലം, അപ്പോൾ നമ്മളിത് ചൂസ് ചെയ്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ ഒരു 4 ടൈൽസ് ഉള്ള ഒരു സ്ഥലം, ഒരു എ സി, അത് അങ്ങോട്ടും ഇങ്ങോട്ടും സ്പ്ലിറ്റാണ്. ആൻഡ് ഇത്രയുമുള്ള സ്ഥലത്താണ് നമ്മൾ താമസിച്ചത്. എന്നിട്ട് പാത്രങ്ങളൊക്കെ വെക്കണമെങ്കിൽ നമ്മൾ അവിടെ പാത്രം സൈഡിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം. ആൻഡ് ദെൻ വെളിയിലോട്ട് ഇപ്പം നമുക്ക് ഈ ഫ്ലാറ്റിലുള്ള എല്ലാവർക്കും കോമൺ റെസ്റ്റ് റൂമും കോമൺ കിച്ചനുമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഊട് വഴി കൂടി ഇറങ്ങുമ്പോഴാണ് ഈ പാത്വേയിലോട്ട് എത്തുന്നത്. ആൻഡ് വൺസ് യു റീച്ച് ദ പാത്വേ യു ക്യാൻ സീ എ കോമൺ മിറർ. ആൻഡ് ദെൻ ദിസ് ദ ഫസ്റ്റ് വാഷ്റൂം. ഈ ഫസ്റ്റ് വാഷ്റൂം ആരും യൂസ് ചെയ്യുന്നുണ്ട്, അതാണ് നിങ്ങൾ കാണേണ്ടത്. അത് ഞാൻ കാണിക്കാവേ. ആൻഡ് ദിസ് ഇസ് ദ സെക്കൻഡ് വാഷ്റൂം. ഇവിടെ ഞാൻ കയറാറേ ഇല്ല, ഞാൻ പോവേ ഇല്ല. എന്താണെന്ന് പറയട്ടെ, താഴെ ഒരു ഹോൾ കണ്ടോ. ഈ ഹോളിൽ കൂടി നമുക്ക് എല്ലാ അഴുക്കും കാണാൻ പറ്റും. നമ്മൾ പല പ്രാവശ്യം പറഞ്ഞു അത് ക്ലോസ് ചെയ്യാൻ, ബട്ട് ദേ ആർ നോട്ട് ഡൂയിങ് ഇറ്റ്. ഈ ഹോളുള്ളത് കൊണ്ട് മാത്രം ഞാൻ അങ്ങോട്ട് പോവേ ഇല്ല. അപ്പോൾ ഈ 2 വാഷ്റൂമാണ് ഇവിടെ ഉള്ള 20-30 പേര് യൂസ് ചെയ്യുന്നത്. ഓക്കെ, and this is the only kitchen that we have. And you can see how it looks. ഇവിടെയും ആ ഹോളാണ്. എന്നിട്ട് ആരോ തുണിയിട്ട് അവിടെ ഭയങ്കര എന്താ, ഇറ്റ്സ് ഡേർട്ടി. ആ ഹോളിൽ കൂടി കുറേ ഡേർട്ട് ഇങ്ങനെ വരും. എന്നാൽ നമ്മളങ്ങോട്ട് ബോദർ ചെയ്യാറില്ല. ആൻഡ് ഇതാണ് അവിടുത്തെ സിങ്ക്. ആൻഡ് കാണാം ഭിത്തിയൊക്കെ ദ വാൾസ് ആർ ഫുള്ളി ലൈക്ക് ഓയിലൊക്കെ പിടിച്ച് ഇരിക്കുകയാണ്. ഇതാണ് ഡസ്റ്റ്ബിൻ. ഇന്ന് ഞാൻ വീഡിയോ എടുക്കുമ്പോഴാണ് അവിടെ അധികം അഴുക്കില്ലാത്തത്. ഇല്ലെങ്കിൽ ഫുൾ ഡൈപ്പർ തുടങ്ങി എല്ലാം ഉണ്ടാവും. ആൻഡ് ദ പെത്തറ്റിക് തിങ് ഇസ്, ആ ഡസ്റ്റ്ബിൻ്റെ അടുത്താണ് ഈ ഗ്യാസ് സ്റ്റവ് ഉള്ളത്. ആൻഡ് നിങ്ങൾ വിചാരിക്കും ദിസ് ഗ്യാസ് സ്റ്റവ് ഇസ് ഡേർട്ടി ബിക്കോസ് സംബഡി ഹാസ് കുക്ക്ഡ്. നോ,
ഇറ്റ്സ് ഡേർട്ടി ഓൾ ദ ടൈം. അതാണ് ഞാൻ ഫ്ലാഷ് ഇട്ട് കാണിക്കുന്നത്. ദിസ് ഈസ് ഹൗ ഇറ്റ് ലുക്സ് ഓൾ ദ ടൈം. ആൻഡ് we stopped cooking. It's almost 4 weeks. We eat only vegetables, fruits, because it's pathetic to cook here. And this is the only fridge that we have, the only washing machine. ഇവിടെ കണ്ടോ how they dump things. കാരണം ഈ എൻറ്റയർ ഫ്ലോറിലെ ആൾക്കാർ യൂസ് ചെയ്യുന്ന ഒരു വാഷിംഗ് മെഷീനും ഫ്രിഡ്ജും കിച്ചണാണ് ഈ കാണുന്നത്. ആൻഡ് തുണിയിടാൻ പോലും അവിടെ ക്യൂ ആണ്. അവിടെ ബിൻസ് കണ്ടില്ലേ. ആൻഡ് ഇവിടെ കുറേ ഇന്തോനേഷ്യക്കാരും ഫിലിപ്പീൻസിൻ്റെ പാത്രങ്ങളാണ്. നമ്മളിവിടെ പാത്രം വെക്കത്തില്ല, റൂമിലേ വെക്കുള്ളൂ. കാരണം സി ഹൗ ഡേർട്ടി ഇറ്റ് ഈസ്. ആൻഡ് അതിൻ്റെ അകത്ത് കുറേ കോക്രോച്ചും ഉണ്ട്. ആൻഡ് കോക്രോച്ചാണ് ദുബായിൽ മെയിൻ. നമ്മൾ വെക്കാറില്ല, കാരണം വേണ്ട, ഇറ്റ്സ് ടു ഡേർട്ടി. നമ്മൾ ഒന്നും ചെയ്യാറില്ല, ഫ്രൂട്ട്സും വെജിറ്റബിൾസും മാത്രമാണ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു 3-4 വീക്സ് ആയിട്ട്. കാരണം ഇവിടെ കയറി കുക്ക് ചെയ്യുന്ന ബുദ്ധിമുട്ടാണ്. ആൻഡ് ഫൈനലി ആഫ്റ്റർ ഓൾ ദ സ്ട്രഗിൾ വി ഡിഡ്ന്റ് കംപ്ലെയിൻ anything. We were still, I am thankful that we really had a place to stay. ആൻഡ് നമ്മൾ വന്നപ്പോൾ ദൈവം എനിക്കൊരു സ്ഥലം തന്നു. കുറേ ആൾക്കാർക്ക് കിടക്കാൻ പോലും സ്ഥലം ഉണ്ടാവില്ല. അപ്പോൾ ഫൈനലി നമ്മളൊരു 3 months, എക്സാക്ട് 3 months നമ്മളിവിടെ അഡ്ജസ്റ്റ് ചെയ്തു, പ്രാർത്ഥിച്ചു. ആൻഡ് വി ആർ ഷിഫ്റ്റിംഗ്. അപ്പോൾ ഇത് ഷിഫ്റ്റിങ്ങിൻ്റെ സീൻസാണ് ഈ കാണുന്നത്. ആൻഡ് ദ ഫസ്റ്റ് വാഷ്റൂം I missed to show because someone was bathing. So this is the first washroom. ആൻഡ് ഇങ്ങനെയാണ് ഒരു മിറർ ഉള്ളത് അതിനകത്ത്. ആൻഡ് ആ മിററിൽ തന്നെ പാണ്ടും കുറിയൊക്കെയാണ്. ആൻഡ് ദെൻ ദിസ് ഈസ് ഹൗ ഇറ്റ് ലുക്സ്. ഇവിടെയാണ് എല്ലാവരും കുളിക്കുന്നത്, മേജർലി കുളിക്കുകയും എല്ലാം ഇവിടെയാണ്. ആൻഡ് ദിസ് ഈസ് ഹൗ ഇറ്റ് ഈസ്. ഇന്ന് ഇത്തിരിയെങ്കിലും ക്ലീൻ ഉള്ളത് ഇപ്പോഴാണ്. ആൻഡ് ആ ടോയ്ലറ്റ് സീറ്റിൻ്റെ ആ കവറ് പോലും ഇത് ഇങ്ങനെ ഊരി താഴേക്ക് ഇട്ടേക്കും. ആൻഡ് ദെൻ ഭയങ്കര പെത്തറ്റിക്കാണ് ഇവിടെ. ലൈക്ക് വെൻ യു കം ഫസ്റ്റ് ടൈം വിത്തൗട്ട് നോബഡീസ് ഹെൽപ്പ് ആൻഡ് ദെൻ യു എൻഡ് അപ്പ് ഇൻ എ പ്ലേസ് ലൈക്ക് ദിസ്, യു ഹാവ് നോ മണി, യു ഹാവ് നത്തിങ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ജീവിക്കണം, എന്നാലേ നമ്മൾ കഷ്ടപ്പാട് അറിയുള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മൾ മെയ് മാസം 3-ാം തീയതി ഇവിടെ എത്തിയപ്പോൾ ആദ്യത്തെ ദിവസം റൂമിൽ വന്ന് നമ്മുടെ സാധനങ്ങൾ പർച്ചേസ് ചെയ്തന്ന് എടുത്ത വീഡിയോ ആണിത്. ഓക്കെ, അപ്പോൾ ഇവർ രണ്ടുപേരും സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ റൂം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇത്രയേ ഉള്ളൂ. അപ്പോൾ അന്ന് നമുക്ക് മാട്രസ് മാത്രമായിരുന്നു തന്നത്. ആൻഡ് ദെൻ ദിസ് ഈസ് ഹൗ വി വെയർ ഫോർ ലാസ്റ്റ് 3 months. ആൻഡ് ഫൈനലി നമ്മൾ വീട് ഷിഫ്റ്റ് ചെയ്യാണ്. അപ്പോൾ ഗോഡ് വിൽ ഹെൽപ്പ് എവ്രി വൺ. എനിക്ക് തല ചായ്ക്കാൻ ദൈവം ഒരു സ്ഥലം തന്നു. ആൻഡ് വി വെർ ഓൾവേസ് താങ്ക്ഫുൾ ടു ഗോഡ്. ആൻഡ് ദാറ്റ് ഈസ് വൈ ഗോഡ് ഹെൽപ്ഡ് us to move in just 3 months. ഓക്കെ, സോ എല്ലാവർക്കും ഒരു കാര്യം എനിക്ക് പറയാനുള്ളൂ, നെവർ കംപ്ലെയിൻ, ടോക്ക് ടു ഗോഡ്. ലെറ്റ്സ് മീറ്റ് ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബിഫോർ ഐ എൻഡ്, ഐ നോ ദ വീഡിയോ ഈസ് ടു ലോങ്. എന്നാലും ഞാൻ നിർത്തുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം പറയാണ്. ടു എവ്രിബഡി ഹൂ ഈസ് ഗിവിംഗ് മീ റീസൺസ് ഫോർ നോട്ട് സ്റ്റാർട്ടിങ് ഓർ ഡോക്യുമെൻറ്റിംഗ് ദെയർ ലൈഫ് ബട്ട് ഹാവ് ഡ്രീംസ് ടു ബി ഓൺ യൂട്യൂബ് ആൻഡ് സോഷ്യൽ മീഡിയ ബട്ട് ഗിവിംഗ് റീസൺസ്, അയ്യോ എനിക്ക് റൈറ്റ് ടൈം അല്ല, റൈറ്റ് പ്ലേസ് അല്ല, ഇതല്ല, ഞാൻ എൻ്റെ റൈറ്റ് ടൈം വരട്ടെ, അങ്ങനെ ഒരിക്കലും വരില്ല. ഞാൻ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. ഈ 4 ടൈൽസും ഈ ഒരു ബെഡും, ഇത്രയേ ഉള്ളൂ. ആൻഡ് യു ഹാവ് good people understanding you. And the last thing that I would like to say is never complain. ദൈവത്തിനോട് always be thankful. ദൈവത്തിനോട് നന്ദി മാത്രമേ പറയാവൂ. ആൻഡ് നാട്ടിലിരിക്കുന്ന പാവം പേരൻസിനോടായിക്കോട്ടെ, റിലേറ്റീവ്സിനായിക്കോട്ടെ, ഫ്രണ്ട്സിനോടായിക്കോട്ടെ, ആരോടും നമ്മൾ ഈ കഷ്ടം പറയേണ്ട ആവശ്യമില്ല. അൺടിൽ യു മേക്ക് സം സക്സസ് ഓർ സം ചേഞ്ച്. ഇപ്പം ഞാനിത് കാണിക്കുന്നത് തന്നെ സോ ദാറ്റ് യു ആർ അവെയർ. നമ്മൾ എല്ലാ കഷ്ടപ്പാടും ആരോടും പറയേണ്ട ആവശ്യമില്ല. വി ആർ ഹിയർ ഇൻ ദുബായ് കഷ്ടപ്പെട്ട് സക്സസ് ഉണ്ടാക്കാൻ. സോ ലെറ്റ് ഓൺലി ദ സക്സസ് മേക്ക് ദ സൗണ്ട്.